LP UP കാറ്റേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ക്ലാസ് 22 വൈകാരിക വികാസം കാതറിൻ എം ബ്രിഡ്ജസ്. കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ എം ബ്രിഡ്ജസ്. നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം ശിശുക്കളെ ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് നിരീക്ഷിച്ചാണ് ബ്രിഡ്ജസ് പഠനം നടത്തിയത്. പഠനം നടത്തി കിട്ടിയ വിവരങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ ചിത്രീകരിച്ചു. ഈ ചാർട്ട് ബ്രിഡ്ജസ് ചാർട്ട് എന്നറിയപ്പെടുന്നു. ഇതാണ് ബ്രിഡ്ജസ് ചാർട്ട്. ഇനി നമുക്ക് ബ്രിഡ്ജസിന്റെ പഠനവും അതുപോലെ ബ്രിഡ്ജസ് ചാർട്ടും ഒരുമിച്ച് നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നവജാത ശിശുക്കളിൽ വൈകാരികമായ ഒരു തരം സന്ത്രാസം, അതായത് എക്സൈറ്റ്മെന്റ് മാത്രമാണ് കാണപ്പെടുന്നതെന്ന് അവർ കണ്ടെത്തി. അതായത് നവജാത ശിശുക്കളിൽ, അതായത് ജനന സമയം തൊട്ട് കുട്ടികളിൽ എന്താണ് കാണുന്നത്? സന്ത്രാസം, എക്സൈറ്റ്മെന്റ്. 3 മാസമാകുമ്പോൾ ഈ സന്ത്രാസം അസ്വാസ്ഥ്യമോ അതായത് ഡിസ്ട്രസ്, ഉല്ലാസമോ അതായത് ഡിലൈറ്റ് ആയി വികസിക്കുന്നു. 3 മാസമാകുമ്പോൾ ഈ സന്ത്രാസം എന്നത് അസ്വാസ്ഥ്യം അതായത് ഡിസ്ട്രസ്, ഉല്ലാസം, ഡിലൈറ്റ് ആയി വികസിക്കുന്നു. 6 മാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് ഭയവും അതായത് ഫിയർ, വെറുപ്പും അതായത് ഡിസ്ഗസ്റ്റ്, കോപവും അതായത് ആങ്കർ വികസിക്കുന്നു. 6 മാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് ഭയം, ഫിയർ, വെറുപ്പ്, ഡിസ്ഗസ്റ്റ്, കോപം, ആങ്കർ ആയി വികസിക്കുന്നു. 12 മാസമാകുമ്പോൾ ഉല്ലാസം, പ്രഹർഷവും അതായത് ഇലേഷൻ, പ്രിയവും എഫക്ഷൻ ആയി വേർതിരിയുകയും ചെയ്യുന്നു. 12 മാസമാകുമ്പോൾ എന്തായി? ഉല്ലാസം എന്നത് പ്രഹർഷം അതായത് ഇലേഷൻ, പ്രിയം, എഫക്ഷൻ ആയി വേർതിരിഞ്ഞു. 18 മാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് അസൂയ അഥവാ ഈർഷ്യ, ജലസി വികസിക്കുകയും, അതായത് 18 മാസമായപ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് അസൂയ അതായത് ജലസി വികസിച്ചു. പ്രിയം, പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും, എഫക്ഷൻ ടു അഡൾട്ട്, കുട്ടികളോടുള്ള വാത്സല്യവും, എഫക്ഷൻ ടു ചിൽഡ്രൻ ആയി വേർതിരിയുകയും ചെയ്യും. അതായത് ഈ പ്രിയം എന്നത് മുതിർന്നവരോടുള്ള പ്രിയം, എഫക്ഷൻ ടു അഡൾട്ട്, കുട്ടികളോടുള്ള പ്രിയം, എഫക്ഷൻ ടു ചിൽഡ്രൻ ആയി വേർതിരിഞ്ഞു. 2 വർഷമാകുമ്പോൾ ഉല്ലാസം വീണ്ടും വേർതിരിഞ്ഞ് ആനന്ദം അതായത് ജോയ് പ്രത്യക്ഷമാകുന്നു. 2 വർഷം എന്ന് പറയുന്നത് 24 മാസമാകുമ്പോൾ ഉല്ലാസം വേർതിരിഞ്ഞ് ആനന്ദം അതായത് ജോയ് പ്രത്യക്ഷമാകുന്നു. ഇത്രയാണ് ബ്രിഡ്ജസ് ചാർട്ട്. ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സന്ത്രാസം, അതുപോലെ അസൂയ, അതുപോലെ ആനന്ദം. ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നവജാത ശിശുക്കളിൽ കണ്ടുവരുന്ന വൈകാരികമായിട്ടുള്ള വികാസം എന്താണ്? സന്ത്രാസം. അതുപോലെ തന്നെ ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം അസൂയ രൂപപ്പെടുന്നത് എപ്പോൾ? 18 മാസമാകുമ്പോൾ. അതുപോലെ ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം ആനന്ദം രൂപപ്പെടുന്നത് എപ്പോൾ? 24 മാസമാകുമ്പോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്ത്രാസം, അതുപോലെ അസൂയ, ആനന്ദം. അസൂയ എപ്പോഴാണ് രൂപപ്പെടുന്നത്? 18 മാസമാകുമ്പോൾ. ആനന്ദം 24 മാസമാകുമ്പോൾ. നന്നായി പഠിക്കുക. താങ്ക് യു.